പ്രധാനമന്ത്രി എന്തായാലും ഗുരുവായൂരിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. സൂരജ് സജി ചേരുകയാണ്. സൂരജ്, പ്രധാനമന്ത്രി അവിടെ എത്തിച്ചേർന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇനി ക്ഷേത്രത്തിലേക്ക് എത്താൻ എത്ര സമയമെടുക്കും? ക്രിസ്ത്യൻ, എന്തായാലും പ്രധാനമന്ത്രി ഗുരുവായൂരിന്റെ മണ്ണിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഒരു മിനിറ്റുകൾക്ക് മുമ്പാണ് അദ്ദേഹം ഗുരുവായൂർ ഈ ശ്രീകൃഷ്ണ കോളേജിന്റെ ഹെലിപ്പാഡിൽ അദ്ദേഹം ഇറങ്ങിയത്. BJP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഉജ്ജ്വലമായ സ്വീകരണം അദ്ദേഹത്തിന് ഈ ഹെലിപ്പാഡിൽ ഒരുക്കിയിട്ടുണ്ട്. ആ ഹെലിപ്പാഡിൽ നിന്നുള്ള ദൃശ്യങ്ങളും അല്പസമയത്തിനകം നമുക്ക് ലഭ്യമാകും. പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ആ ദൃശ്യങ്ങൾ എത്തിക്കാൻ കഴിയും. ഇപ്പോൾ നിലവിൽ BJP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ, നേതാക്കളുടെയും നേതൃത്വത്തിൽ വലിയ സ്വീകരണം അത് പ്രധാനമന്ത്രിക്ക് നൽകുകയാണ്. ഈ സ്വീകരണം ഏറ്റുവാങ്ങിയതിനു ശേഷം അദ്ദേഹം ഒരു 10 മിനിറ്റിനകത്തേക്ക് ഈ ശ്രീവത്സത്തിന്റെ തന്നെ ഗുരുവായൂരിലെ ദേവസ്വത്തിന്റെ നേതൃത്വത്തിലുള്ള അതിഥി മന്ദിരത്തിലേക്കാണ് അദ്ദേഹം എത്തുക. അവിടെ എത്തി ഈ വസ്ത്രം മാറിയതിനു ശേഷം അദ്ദേഹം 7:40 തന്നെ ഈ ക്ഷേത്ര സന്ദർശനത്തിന്റെ സമയത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. 7:40 അദ്ദേഹം ഈ ഗുരുവായൂർ ക്ഷേത്ര നടയിലേക്ക് എത്തും. അദ്ദേഹം 7:40 അദ്ദേഹം ഈ ഗുരുവായൂർ ക്ഷേത്ര നടയിലേക്ക് എത്തും. ഞാൻ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അദ്ദേഹം വരുന്നതിന് മുന്നോടിയായുള്ള എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ പോലീസ് അവിടെ ഉണ്ടായിരുന്ന മറ്റ് ജീവനക്കാരെ അടക്കമുള്ളവരെ ഈ നടയിൽ നിന്ന് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അത്തരത്തിൽ അദ്ദേഹം ഈ നടയിലെത്തി ഗുരുവായൂരപ്പനെ വണങ്ങിയതിനു ശേഷമായിരിക്കും ഈ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുക. അതിനു മുൻപ് തന്നെ ഈ ദേവസ്വത്തിന്റെ നേതൃത്വത്തിലെല്ലാം തന്നെ ഈ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിന് വേണ്ട തയ്യാറെടുപ്പുകൾ പൂർത്തിയായിട്ടുണ്ട്. ഗുരുവായൂരപ്പന്റെ ദാരുശില്പം നൽകിക്കൊണ്ട് ദേവസ്വം അധികൃതർ, അതായത് ദേവസ്വം ചെയർമാൻ അടക്കമുള്ളവർ ഇവിടെ ഈ വഴിയിൽ കാത്തു നിൽക്കുന്നുണ്ട്. തെക്കേ നടയ്ക്ക് സമീപം ആ തെക്കേ നടയിൽ ദേവസ്വം ചെയർമാൻ അടക്കമുള്ളവർ പ്രധാനമന്ത്രിയെ ഈ ദാരുശില്പവും ചുവർച്ചിത്രവും എല്ലാം നൽകിക്കൊണ്ട് സ്വീകരിക്കും. അതിനുശേഷം പ്രധാനമന്ത്രി ഈ കിഴക്കേ നടയിലെത്തി ഗുരുവായൂരപ്പനെ വണങ്ങിയതിനു ശേഷം ഈ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കും. അങ്ങനെ ഒരു 15 മിനിറ്റിലധികം നേരം അദ്ദേഹം ക്ഷേത്ര ദർശനം നടത്തും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം അദ്ദേഹം ഈ തുലാഭാരം, താമരപ്പൂ കൊണ്ട് അദ്ദേഹത്തിന്റെ തുലാഭാരം നിശ്ചയിച്ചിട്ടുണ്ട്. 2019 പ്രധാനമന്ത്രി എത്തിയ വേളയിൽ അദ്ദേഹത്തിന് ഈ തുലാഭാരം നടത്തിയിരുന്നു. ഇത്തവണയും അത്തരത്തിൽ തുലാഭാരം നടത്തും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അതിനുവേണ്ട താമരയും എല്ലാം തന്നെ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ താമര കൊണ്ട് തുലാഭാരവും നടത്തിയതിനു ശേഷമായിരിക്കും അദ്ദേഹം ഈ ക്ഷേത്ര ദർശനം പൂർത്തിയാക്കി വീണ്ടും ഈ വിശ്രമ മുറിയിലേക്ക് മടങ്ങുക. ശേഷം അവിടെ എത്തി വിശ്രമിച്ചതിന് ശേഷം വസ്ത്രം മാറി വീണ്ടും ഈ വിവാഹ ചടങ്ങുകളിൽ, അതായത് സുരേഷ് ഗോപിയുടെ മകളുടെ ഭാഗ്യ സുരേഷിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വീണ്ടും ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തും. അവിടെ ഈ കിഴക്കേ നടയിൽ ഉള്ള ഈ കല്യാണ മണ്ഡപത്തിലായിരിക്കും ഈ വിവാഹ ചടങ്ങുകൾ നടക്കുക. അവിടെ അദ്ദേഹം ഈ വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കും. അവിടെ എത്തുന്ന പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഈ സുരേഷ് ഗോപിയും പ്രത്യേക സ്വർണ്ണ താമ്പൂലം എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ സ്വർണ്ണ തളിക നൽകിക്കൊണ്ട് ഈ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനാണ് സുരേഷ് ഗോപിയും നിശ്ചയിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിക്കൊണ്ട് ഈ സ്വർണ്ണ തളിക നൽകി പ്രധാനമന്ത്രിയെ സ്വീകരിക്കും. പിന്നീട് വിവാഹ ചടങ്ങുകളിലേക്ക് നടക്കും. വലിയ ഒരു താര സാന്നിധ്യം ഈ വിവാഹ ചടങ്ങിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം രാവിലെ തുടങ്ങി തന്നെ ഈ ഷാജി കൈലാസ് അടക്കമുള്ള ഈ സുരേഷ് ഗോപിക്ക് പ്രിയപ്പെട്ട ഒട്ടേറെ താരങ്ങൾ അവർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങോട്ടേക്ക് എത്താൻ കഴിയാത്ത താരങ്ങളുണ്ട്. അവരെല്ലാവരും തന്നെ ഈ ഗുരുവായൂരിലെ ഗോകുലം പാർക്കിൽ ഈ വിവാഹ സൽക്കാരം നടക്കുന്നത് അവിടെയാണ്. അവിടെ അവരെല്ലാവരും കാത്തു നിൽക്കുന്നുണ്ട്. അതോടൊപ്പം ഇങ്ങോട്ടേക്കും ചില താരങ്ങൾ എത്തും എന്നറിയിച്ചിട്ടുണ്ട്. നടൻ മമ്മൂട്ടിയും അതുപോലെ തന്നെ അതുപോലെ തന്നെ മോഹൻലാലും ദുൽഖർ സൽമാൻ അടക്കമുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അവരും ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കും. അങ്ങനെ വലിയ ഒരു സാന്നിധ്യത്തിന്റെ നടുവിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഭാഗ്യ സുരേഷിന്റെ വിവാഹ ചടങ്ങുകൾ നടക്കും. വിവാഹ ചടങ്ങുകളിൽ പങ്കെടുത്തതിന് ശേഷം 9:30 പ്രധാനമന്ത്രി ഇവിടെ നിന്ന് അടുത്ത തൃപ്രയാറിലേക്ക് മടങ്ങുക. അവിടെ എത്തിയതിനു ശേഷം ഈ ക്ഷേത്ര ദർശനം പൂർത്തിയാക്കി പിന്നീട് കൊച്ചിയിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ഇവിടുത്തെ ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ നിലവിൽ ഈ ഹെലിപ്പാഡിൽ പ്രധാനമന്ത്രിക്കുള്ള സ്വീകരണം അത് പുരോഗമിക്കുകയാണ്. ഈ സ്വീകരണങ്ങൾക്ക് ശേഷമായിരിക്കും അദ്ദേഹം ഈ ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിലെ വിശ്രമ മുറിയിലേക്ക് എത്തുക. ശരി, സൂരജ് സജിയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏത് നിമിഷവും പ്രധാനമന്ത്രി ക്ഷേത്ര ദർശനത്തിനായി എത്തും. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. വലിയ തിരക്കുണ്ടായിരുന്നു. അല്പസമയം മുൻപ് തന്നെ ഭക്തർ എത്തിയിരുന്നു ക്ഷേത്രത്തിൽ. അതോടൊപ്പം തന്നെ മറ്റ് വിവാഹ ചടങ്ങുകൾ, അതിനുള്ള വധൂവരന്മാരെ, അവരുടെ ബന്ധുക്കളെ ഉൾപ്പെടെ നമ്മൾക്ക് ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു. ഇപ്പോൾ അവരെല്ലാം അവിടെ നിന്ന് മാറിയിരിക്കുന്നു. കാരണം പ്രധാനമന്ത്രി എത്തുകയാണ്. സുരക്ഷ കർശനമായി തന്നെ പാലിക്കേണ്ടതുണ്ട്. ക്ഷേത്ര ദർശനത്തിനെത്തുന്ന പ്രധാനമന്ത്രിക്കായുള്ള എല്ലാ ഒരുക്കങ്ങളും ദേവസ്വം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തെ ഔദ്യോഗികമായി തന്നെ സമ്മാനങ്ങളും ഒക്കെ നൽകി ആദരവോടുകൂടി തന്നെയാണ് സ്വീകരിക്കുക. അതിനുശേഷം ക്ഷേത്രദർശനത്തിന് ശേഷം അദ്ദേഹത്തിന് അവിടെ തുലാഭാരം, താമര കൊണ്ട് തുലാഭാരം ഉൾപ്പെടെയുള്ള ക്ഷേത്ര ചടങ്ങുകളുണ്ട്. ആചാരപ്രകാരമുള്ള ആ ചടങ്ങുകൾക്ക് ശേഷം ക്ഷേത്ര ദർശനം കഴിഞ്ഞ് എത്തി അതിനുശേഷമാകും സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷ് ഗോപിയുടെ വിവാഹ ചടങ്ങിനായി വീണ്ടും ക്ഷേത്രത്തിലേക്ക്
പ്രധാനമന്ത്രി എത്തുക. ഇതിനോടകം തന്നെ ആ പരിസരം മുഴുവൻ ജനങ്ങളാൽ നിറഞ്ഞു കഴിഞ്ഞു. ആ ദൃശ്യങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. ശ്രീകൃഷ്ണ കോളേജിന് പരിസരത്ത് ആ ഗ്രൗണ്ടിൽ ഉൾപ്പെടെ ജനസാഗരം നമുക്ക് അതിരാവിലെ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. പ്രധാനമന്ത്രിയെ ഒരു നോക്ക് കാണുക എന്നുള്ളത് തന്നെയാണ് അവരുടെയെല്ലാം ലക്ഷ്യം. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട താരങ്ങൾ ഒരുപാട് പേർ എത്തുന്ന ഒരു ദിവസം കൂടിയാണിന്ന്. പക്ഷേ ഇതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യവും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, അല്ലെ ക്രിസ്റ്റീന? അതെ, തുടർച്ചയായ രണ്ടാം തവണയാണ് പ്രധാനമന്ത്രി തൃശ്ശൂരും എറണാകുളത്തും എത്തുന്നത്. അതിൽ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. തെരഞ്ഞെടുപ്പിന് പാർട്ടിയെ സജ്ജമാക്കുക, പാർട്ടി പ്രവർത്തകർക്ക് കൂടുതൽ ഊർജം പകരുക തുടങ്ങിയ കാര്യങ്ങൾ കൂടി പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് പാർട്ടി പ്രവർത്തകരുടെ പുതിയ ഒരു കൂട്ടായ്മയായ ശക്തി കേന്ദ്രയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. കൂടാതെ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ 3 വമ്പൻ പദ്ധതികളും പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. 4000 കോടി രൂപയുടെ പദ്ധതികളാണ്. ഈ പദ്ധതികൾ വരുന്നതോടുകൂടി 5000 പേർക്ക് തൊഴിൽ ലഭിക്കും എന്നാണ് കണക്കുകൂട്ടുന്നത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഒരു പദ്ധതിയും കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ 2 പദ്ധതികളുമാണ് ഇന്ന് പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ത്യയിലെ 2ാം വിമാനവാഹിനി കപ്പലിനുള്ള ഓർഡർ കൊച്ചിൻ ഷിപ്പ്യാർഡിന് നൽകിയേക്കുമെന്ന ഒരു സൂചന കൂടി വരുന്നുണ്ട്. അത്തരത്തിലൊരു പ്രഖ്യാപനം കൂടി ചിലപ്പോൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുണ്ടായേക്കാം എന്ന് പറയപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഗുരുവായൂരിൽ നിന്നുള്ള കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത്. പ്രധാനമന്ത്രി ഗുരുവായൂരിലെത്തി. അല്പസമയത്തിനകം അദ്ദേഹം ക്ഷേത്ര ദർശനത്തിനായി ഗുരുവായൂരിലെത്തും. ക്ഷേത്രം ഭാരവാഹികൾ അദ്ദേഹത്തെ സ്വീകരിക്കും. മഞ്ജുലാൽ വഴിയാണ് പ്രധാനമന്ത്രി എത്തിച്ചേരുക എന്നാണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരം. ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിന് മുന്നിലുള്ള പ്രധാന കവാടം, അതിനു മുന്നിലുള്ള നടവഴിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ക്ഷേത്ര ദർശനത്തിന് എത്തുമ്പോഴൊക്കെ തന്നെ നമുക്ക് കാണാം, സാധാരണയായും അവിടെ വലിയ സുരക്ഷാ സംവിധാനങ്ങളും കർശനമായ നിയന്ത്രണങ്ങളുമുണ്ട്. പലപ്പോഴും ഗുരുവായൂരിലെ തിരക്ക് ആ രീതിയിലാണ് പോകാറുള്ളത്. പ്രധാന ദിവസങ്ങളിലെല്ലാം തന്നെ അവിടെ വലിയ തിരക്ക് അനുഭവപ്പെടാറുണ്ട്. ആ രീതിയിലുള്ള സുരക്ഷ ഒരു വശത്തുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് പ്രധാനമന്ത്രി എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ കാണാനെത്തുന്ന ജനങ്ങളുടെ, പ്രവർത്തകരുടെ ഒക്കെ ഒരു വലിയ തിരക്ക് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും ജനങ്ങളെ എത്രത്തോളം അവിടേക്ക് കടത്തി വിടാതിരിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഇന്ന് സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷ് ഗോപിയുടെ വിവാഹം കൂടിയാണ്. അപ്പോൾ അതനുസരിച്ചുള്ള തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ രീതിയിലുള്ള എല്ലാ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിരിക്കുന്നു. ഏത് നിമിഷവും പ്രധാനമന്ത്രി അങ്ങോട്ടേക്ക് എത്തിച്ചേരും.